सर्वं करोतु कल्याणम् आरोग्यं धनसम्पदः लक्ष्मीः कौस्तुभपारिजातकसुरा धन्वन्तरिश्चन्द्रमा धेनुकामदुघा सुरेश्वरगजो ब्रह्मादिदेवाङ्गन अश्वः सप्तमुखो विषं हरिधनु शङ्खोऽमृतं चाम्बुधे रत्नानीति चतुर्दश प्रतिदिनं कुर्वन्तु नो मङ्गलम् कुर्वन्तु नो मङ्गलम् कुर्वन्तु नो मङ्गलम्. മഴക്കാലം വന്നു. നമ്മളെല്ലാം കാത്തിരുന്ന നല്ലപോലെ മഴ പെയ്തു. എല്ലാവർക്കും സന്തോഷം. പ്രത്യേകിച്ച് കുട്ടികൾക്ക് വളരെ സന്തോഷമുള്ള സമയമാണ് മഴക്കാലം, അല്ലേ? പക്ഷേ മഴക്കാലത്തോടൊപ്പം കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ അസ്വസ്ഥതകൾ, അസുഖങ്ങൾ ഉണ്ടാകുന്നൊരു കാലമാണ് ഈ മഴക്കാലം. മിക്കവാറുമുള്ള അമ്മമാർക്കെല്ലാം ഈ കാലത്ത് മിക്കവാറും പേര് ഒരു മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ടൊരു പാരസെറ്റമോൾ വാങ്ങിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ അതുപോലെ എന്തെങ്കിലും അലോപ്പതി ആൻറ്റിബയോട്ടിക്കുകൾ കൊടുക്കുകയോ ഡോക്ടറെ കണ്ടിട്ടായാലും കാണാതെ ആയാലും അതൊക്കെയാണ് ശീലം. ഇന്ന് കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തെപ്പറ്റി നമ്മൾ ഏറ്റവും കൂടുതൽ ഉത്കണ്ഠപ്പെടുന്ന ഈ സമയത്ത് ഈ ജലദോഷപ്പനികൾ, അത് പിന്നീട് ഫ്ലൂ ആകാം, പലതരത്തിലുള്ള ഇൻഫെക്ഷൻസ് ആവാം, അതൊക്കെ ആവുന്നത് തടയുകയും കുട്ടികളുടെ ആരോഗ്യം പരിപാലിക്കുക എന്നുള്ളത് എല്ലാ അമ്മമാർക്കും ഏറ്റവും വലിയൊരു വെല്ലുവിളിയായിരിക്കുന്നൊരു സമയമാണ്. എങ്ങനെയാണ് മഴക്കാലത്തുണ്ടാകുന്ന പ്രധാനപ്പെട്ട രോഗങ്ങളെ തടയുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. പനിയും ജലദോഷവും വരാതിരിക്കാൻ എന്തെല്ലാം ചെയ്യണമെന്ന് ആദ്യം നോക്കാം. കുട്ടികളെ മഴയിൽ നനയാതെ വിടുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. എങ്കിലും കഴിവതും മഴ നനയാതെ ഇരിക്കാൻ ശ്രദ്ധിക്കുക. അഥവാ മഴ നനഞ്ഞാൽ തന്നെ എത്രയും പെട്ടെന്ന് കുട്ടികൾക്ക് തലയെല്ലാം തോർത്തി എന്തെങ്കിലും ചൂടുള്ള പാനീയങ്ങൾ കൊടുക്കുക. അതിലേറ്റവും നല്ലത് നമ്മൾ വീട്ടിൽ തന്നെ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം. ഏറ്റവും മഴക്കാലത്താണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ കണ്ടാമിനേഷൻ അഥവാ മലിനീകരണം നടക്കുന്നത്. അതുകൊണ്ട് തിളപ്പിച്ച വെള്ളം മാത്രം കുട്ടികൾക്ക് കുടിക്കാൻ കൊടുക്കുക. ഈ തിളപ്പിച്ച വെള്ളത്തിൽ തന്നെ ഒരൽപ്പം തുളസി ഇലയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഇട്ട് തിളപ്പിച്ച് കൊടുത്താൽ വളരെ നന്നായിരിക്കും. ഇത് കുട്ടികളുടെ പ്രതിരോധശേഷിയെ വർദ്ധിപ്പിക്കുവാനും കഫപ്രധാനമായിട്ടുള്ള രോഗങ്ങൾ, ഈ ജലദോഷം തുടങ്ങിയത് പ്രധാനമായിട്ടും കഫപ്രധാനമായിട്ടുള്ള രോഗങ്ങളാണ്, ആ രോഗങ്ങളെ തടയാനും ഇത് കാരണമാവും. അപ്പോൾ ഈ ഇഞ്ചിയും തുളസിയില ഇട്ട വെള്ളം കുട്ടികൾക്ക് വേണ്ടി മാത്രമല്ല, അത് വീട്ടിൽ മുതിർന്നവർക്കും എല്ലാവർക്കും ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇഞ്ചി കിട്ടിയില്ലെങ്കിൽ ചുക്കുമാവാം, മുത്തങ്ങ ഇട്ട് വെള്ളം തിളപ്പിക്കുക. പനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് ആയുർവേദത്തിൽ പറയുന്ന ഒരു ഔഷധമാണ് മുത്തങ്ങ. മുസ്താരിഷ്ടം പോലുള്ള അരിഷ്ടങ്ങൾ ഈ കാലത്ത്, അമൃതാരിഷ്ടം, അതുപോലെ രോഗപ്രതിരോധ ശേഷിക്ക് ഏറ്റവും നല്ലൊരു അരിഷ്ടമാണ് അമൃതാരിഷ്ടം. അമൃതാരിഷ്ടം ദിവസം ഒരു 5 വയസ്സുള്ള കുട്ടിക്ക് ഒരു 10 മില്ലി വരെ അമൃതാരിഷ്ടം നമുക്ക് ദിവസേന കൊടുക്കാവുന്നതാണ്. അങ്ങനെ അമൃതാരിഷ്ടം, മുസ്താരിഷ്ടം തുടങ്ങിയ അരിഷ്ടങ്ങൾ ഈ മഴക്കാലം എത്തുമ്പോൾ, പ്രത്യേകിച്ചും സ്കൂളിലൊക്കെ പോയി തുടങ്ങിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. പനിയും ജലദോഷവും വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കുന്നതും ഇതേപോലെ തന്നെ പ്രധാനമുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ നിങ്ങളുടെ കുഞ്ഞിന് ചെറുതായ രീതിയിലൊരു ജലദോഷം തുടങ്ങിയാൽ ഏറ്റവും ആദ്യം തന്നെ ഒരു നേരത്തെ പറഞ്ഞ പോലെ 5 വയസ്സുള്ള കുട്ടിക്ക് ഒരു 10 മില്ലി വരെ കൊടുക്കാം, ഒരൽപ്പം അമൃതാരിഷ്ടം. അതിൽ ജലദോഷമാണ് കൂടുതലെങ്കിൽ മേമ്പൊടിയായിട്ട് ഒരു ഗോരോചനാദി ഗുളിക അരച്ചു കൊടുക്കാം. ജലദോഷം പിന്നീട് പതുക്കെ നമ്മൾ ചികിത്സിക്കാതെ വിട്ട് ഒരു ചുമ ഒക്കെ വന്ന് കഫമൊക്കെ കുറച്ചും കൂടെ കട്ടിയാകുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ ഇതേ അമൃതാരിഷ്ടത്തിനകത്ത് തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു ചുക്കിന്തിപ്പല്യാദി ഗുളിക ചേർത്ത് കൊടുക്കാം. ഇനി ചുമ നല്ലതുപോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ലേശം വാശാരിഷ്ടം, അപ്പോൾ ഒരു 5 വയസ്സുള്ള കുട്ടിക്ക് വാശാരിഷ്ടവും കൂടെ ചേർത്ത് അമൃതാരിഷ്ടം കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു 5 മില്ലി അമൃതാരിഷ്ടവും 5 മില്ലി വാശാരിഷ്ടവും കൂടെ ചേർത്തിട്ട് ഒരു ഡോസ് രാവിലെയും ഒരു ഡോസ് വൈകിട്ടും കുട്ടിക്ക് സ്ഥിരമായിട്ട് കൊടുക്കാം. അതിൽ മേമ്പൊടിയായിട്ട് ചുക്കന്തിപ്പല്യാതി വേണമെങ്കിൽ ചേർക്കാം, വായുഗുളിക വേണമെങ്കിൽ ചേർക്കാം, ചേർത്തില്ലെന്നുണ്ടെങ്കിലും ഇത് പ്രശ്നമില്ല, അങ്ങനെ തന്നെ കൊടുക്കാവുന്നതാണ്. ഇനി
പനി വരികയാണെങ്കിൽ, ടെമ്പറേച്ചർ വരികയാണ്, നമ്മൾ സാധാരണ പനി എന്ന് പറയുമ്പോൾ എല്ലാവരും ടെമ്പറേച്ചർ നോക്കുന്ന ശീലം നമ്മൾ മലയാളികൾക്ക് കുറവാണ്. എന്നാലും ശരി, പ്രത്യേകിച്ച് നെറ്റിത്തടത്തിലും കൈകാലുകളിലുമൊക്കെ ഒന്ന് തൊട്ട് നോക്കണം. പനിയുടെ ലക്ഷണം ശരിക്കുണ്ടെങ്കിൽ, ചെറിയ ചൂടൊക്കെ ആണെങ്കിൽ നേരത്തെ പറഞ്ഞ അമൃതാരിഷ്ടവും ഗോരോചനാദി ഗുളികയും കൊണ്ട് നമുക്ക് ഏകദേശമൊക്കെ അത് കൈകാര്യം ചെയ്യാൻ മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി അതല്ല, ഈ പനി അഥവാ ജ്വരം കൂടുതലാണ്, ടെമ്പറേച്ചർ കൂടി വരികയാണ്, ഒരു 100 ഡിഗ്രിയൊക്കെ കടന്ന് ഒരു 101 ഡിഗ്രി വരെയൊക്കെ പനി വരികയാണെങ്കിൽ ഗോരോചനാദി കൊണ്ട് മാത്രം ചിലപ്പോൾ പനി കുറഞ്ഞൊന്നും വരില്ല. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ നമുക്ക് ഒരു വെട്ടുമാറൻ ഗുളിക, അമൃതാരിഷ്ടം പൊക്കോട്ടെ, ഒരു 10 മില്ലി കണക്കിൽ 5 വയസ്സുള്ള കുട്ടിക്ക്, അതിൻ്റെ കൂടെ ഒരു വെട്ടുമാറൻ ഗുളിക പകുതി രാവിലെയും പകുതി വൈകിട്ടും ഇഞ്ചി നീരിൽ അരച്ചു കൊടുക്കുന്നത് പെട്ടെന്ന് തന്നെ, നമുക്കൊരു വിചാരമുണ്ട് ആയുർവേദ മരുന്നുകൾ താമസിച്ച് സമയമെടുക്കും ആക്ട് ചെയ്യാൻ, പനി കുറയ്ക്കില്ല പെട്ടെന്ന് എന്നൊക്കെ, വെറുതെയാണ്. പനി കുറയ്ക്കാൻ വേണ്ടി നമ്മൾ അലോപ്പതിയിൽ ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് തുണി നനച്ചിടാം, ഐസ് വെള്ളം നനച്ചിടാം, അതൊക്കെ ഒരു സൈഡിൽ പൊക്കോട്ടെ. അതിനോടൊപ്പം തന്നെ വെട്ടുമാറൻ ഗുളിക എൻ്റെ ഒരു അഭിപ്രായത്തിൽ പാരസെറ്റമോൾ ആക്ട് ചെയ്യുന്നത് പോലെ തന്നെ, അത് പനി കുറയ്ക്കുന്നത് പോലെ തന്നെ പനി കുറയ്ക്കാൻ സഹായകമായൊരു മരുന്നാണ് വെട്ടുമാറൻ ഗുളിക. വെട്ടുമാറൻ ഗുളിക ഒരു 5 വയസ്സുള്ള കുട്ടിക്ക് അരമുറി ഗുളിക വരെ കൊടുക്കാം. അതിന് മേമ്പൊടിയായിട്ട് ഒരല്പം ഇഞ്ചിനീരും തേനും വളരെ കുറച്ച് മതി, അതൊന്ന് അരച്ചൊരു നാവിൽ തേച്ച് കൊടുക്കാൻ പാകത്തിന് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പനി കുറയുന്നതാണ്. വെട്ടുമാറനില്ലെന്നുണ്ടെങ്കിൽ സൂര്യപ്രഭ ഗുളികയുണ്ട്, മറ്റു പല മരുന്നുകളുണ്ട്. പേറ്റൻ്റൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒരുപാടെണ്ണം അവൈലബിൾ ആണ്. പക്ഷേ അതിനേക്കാട്ടിലൊക്കെ ഏറ്റവും പ്രധാനമായിട്ട് മുത്തങ്ങ ഇട്ട്, ഒരല്പം ചുക്കും മുത്തങ്ങയും ഇട്ട് വെള്ളം കുടിക്കാൻ കൊടുക്കുക, വെട്ടുമാറൻ ഗുളിക ഇഞ്ചിനീരിലും തേനിലും അരച്ചു കൊടുക്കുക, അമൃതാരിഷ്ടം കൊടുക്കുക എന്നുള്ളത് മിക്കവാറുമുള്ള എല്ലാ പനികൾക്കും, മഴക്കാലത്താണെങ്കിലും എപ്പോഴാണെങ്കിലും വളരെ ഫലപ്രദമായ ഒരു ചികിത്സയാണത്. വർഷഋതു അഥവാ മഴക്കാലങ്ങളിൽ ത്രിദോഷങ്ങൾക്ക് വൈഷമ്യമുണ്ടാവുകയും അഗ്നിമാന്ദ്യം സംഭവിക്കുകയും ചെയ്യുന്നു. ഈ കാലഘട്ടങ്ങളിൽ പ്രധാനമായി കണ്ടുവരുന്ന ചുമ, പനി, ഛർദി, അതിസാരം, അജീർണം എന്നീ അസുഖങ്ങളുടെ മരുന്നുകളെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ആദ്യം അമൃതാരിഷ്ടത്തിന്റെ നിർമ്മാണ വിധി എങ്ങനെയാണെന്ന് നോക്കാം. അമൃതാരിഷ്ടത്തിന്റെ പ്രധാന ചേരുവ ചിറ്റമൃതാണ്. ചിറ്റമൃത് കൂടാതെ ദശമൂലങ്ങളായ കൂവളം, കുമിഴ്, പാതിരി, പയ്യാനി, ഓരില, മൂവില, മുഞ്ഞ, ചെറുവഴുതന വേര്, വെൺവഴുതന വേര്, ഞെരിഞ്ഞിൽ എന്നിവയാണ്. ഈ ദ്രവ്യങ്ങളെല്ലാം ചേർത്ത് കഷായം വയ്ക്കുക. കഷായം തണുത്തതിനു ശേഷം യോഗവൃത്തി പ്രകാരമുള്ള ശർക്കര ചേർത്ത് ഫെർമെന്റേഷൻ വെസലിലോട്ട് മാറ്റുക. ഇതിലേക്ക് അമൃതാരിഷ്ടത്തിന്റെ പ്രക്ഷേപ ദ്രവ്യങ്ങളായ അയമോദകം, പർപ്പിടകപ്പുല്ല്, എഴുലമ്പാലത്തോലി, ചുക്ക്, കുരുമുളക്, തിപ്പലി, നാഗപ്പൂവ്, കടുകരോഹിണി, അതിവിടയം, കുടകപ്പാലയരി, മുത്തങ്ങ എന്നിവ പൊടിച്ചു ചേർക്കുക. വായു കടക്കാത്ത വിധം 1 മാസം ഫെർമെന്റേഷൻ വെസലിൽ കെട്ടിവെക്കുക. 1 മാസത്തിന് ശേഷം ഇത് പിഴിഞ്ഞരിച്ച് ഉപയോഗിക്കാവുന്നതാണ്. സർവ്വജ്വരങ്ങൾക്കും നൽകാവുന്ന ഔഷധമാണ് അമൃതാരിഷ്ടം. പനി പോലെ തന്നെ അമ്മമാർക്ക് പേടിയുണ്ടാക്കുന്നൊരു അസുഖമാണ് വയറിളക്കം. ചെറിയൊരു കാര്യം മതി, കുഞ്ഞുങ്ങളുടെ വയറ് വളരെ സെൻസിറ്റീവാണ്. ചിലപ്പോൾ ഒരു ദിവസം ഒന്ന് പുറത്തിറങ്ങി ഭക്ഷണം കഴിച്ചാൽ മതി, അത് പിടിച്ചില്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു ദഹനക്കേട്, വയറിളക്കം, ചിലപ്പോൾ വയറിളക്കവും ഛർദിലും കൂടെയാകും. ഛർദിലായി കഴിഞ്ഞാൽ ഒരല്പം നമ്മൾ സൂക്ഷിക്കണം. ഛർദിലില്ലാതെ ചെറിയ രീതിയിൽ ദഹനക്കുറവ് കൊണ്ടുള്ള വയറിളക്കത്തിന് ഏറ്റവും നല്ലത് അരിഷ്ടങ്ങളാണ്, അല്ലെങ്കിൽ ചൂർണങ്ങളും കൊടുക്കാം. അരിഷ്ടങ്ങളാവുമ്പോൾ കുട്ടികൾക്ക് കഴിക്കാനും എളുപ്പമുണ്ട്. ആയുർവേദം പറയുന്നത് വയറിളക്കം ആരംഭിച്ചാൽ പെട്ടെന്ന് അങ്ങ് പിടിച്ചു നിർത്തിക്കഴിഞ്ഞാൽ ഈ ദഹിക്കാതെ കിടക്കുന്ന, വയറ്റിൽ കിടക്കുന്ന ഭക്ഷണ സാധനങ്ങൾ കുട്ടിക്ക് ദോഷമുണ്ടാക്കും. അത് ഒരുതരം വിഷമയമായ ഒരു അവസ്ഥയെ ഉണ്ടാക്കി അത് പിന്നീട് പല കാരണങ്ങൾക്കും, പല ദോഷങ്ങൾക്കും, രോഗങ്ങൾക്കുമൊക്കെ കാരണമാവും. അതുകൊണ്ട് പെട്ടെന്നങ്ങ് പിടിച്ചു നിർത്തിയതുപോലെ വയറിളക്കം നിർത്താൻ പാടില്ല. നമ്മൾ സാധാരണ എന്താ ചെയ്യുക, കുട്ടിയെ സ്കൂളിൽ വിടണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഒരു ലോമോട്ടിലോ അങ്ങനെ ഒരു, അല്ലെങ്കിൽ അലോപ്പതി മരുന്ന് കടയിലൊക്കെ പോയിട്ട് നമ്മൾ പറഞ്ഞിട്ട് ഒരു ഗുളിക വാങ്ങി കൊടുക്കുന്നൊരു ശീലം നമുക്ക് പലർക്കും ഉണ്ട്. അത് വളരെയധികം അശാസ്ത്രീയമാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. വയറിളകി തുടങ്ങിയാൽ അത് ദഹനക്കേട് കൊണ്ടാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ
ഉടൻ തന്നെ ചെയ്യേണ്ടത് കുട്ടിക്ക് കട്ടിയായ ആഹാരം കൊടുക്കുന്നത് അങ്ങ് നിർത്തുക. കട്ടിയായ ആഹാരം കൊടുക്കുന്നത് നിർത്തുന്നതോടൊപ്പം തന്നെ ഉപ്പിട്ട് കഞ്ഞിവെള്ളം, ജലാംശം നഷ്ടപ്പെടാൻ സാധ്യതയുള്ള സമയമായതുകൊണ്ട് ജലാംശം കിട്ടുന്ന രീതിയിൽ നാരങ്ങ വെള്ളത്തിനകത്ത് ഉപ്പിടുക, ORS കൊടുക്കുക. കഞ്ഞിവെള്ളത്തിൽ ഉപ്പിട്ട് കൊടുത്താൽ തന്നെ വളരെ നല്ലതാണ്. അങ്ങനെ ഈ ജലാംശം സ്വാംശീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ചികിത്സകൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ, കാര്യങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ചെറിയ തോതിൽ ഈ ദഹിക്കാതെ കിടക്കുന്ന ആഹാരത്തെ ദഹിപ്പിച്ചെടുക്കാൻ പാചനം ചെയ്യാനെന്ന് ഞങ്ങൾ ആയുർവേദക്കാരുടെ ഭാഷയിൽ പറയും. പാചനത്തിനുള്ള മരുന്നുകൾ കൊടുക്കുക. ഏറ്റവും നല്ല പാചന ഔഷധം മുസ്താരിഷ്ടമാണ്. കുട്ടികൾക്ക് കുടിക്കാൻ ടേസ്റ്റ് ഉള്ളതുമാണ്, നല്ല സ്വാദുള്ളതുമാണ്. മുസ്താരിഷ്ടം ഒരു 10 മുതൽ 15 മില്ലി വരെ ഒരു 2 or 3 നേരമായിട്ട് നല്ലതുപോലെ വയറിളകുകയാണെങ്കിൽ ഈവൻ ഒരു 4 മണിക്കൂർ ഇടവിട്ട് ഒരു 10 മില്ലി മുസ്താരിഷ്ടം കൊടുക്കുന്നത് എല്ലാ തരത്തിലുള്ള ദഹനക്കേടിനും ഈവൻ ദഹനക്കേട് കൊണ്ടുണ്ടാകുന്ന വയറിളക്കത്തിനും വളരെ പ്രയോജനം ചെയ്യുന്നതാണ്. അങ്ങനെ ആഹാരമൊന്ന് ദഹിച്ചു കഴിഞ്ഞാൽ ഈ 10 മില്ലി മുസ്താരിഷ്ടം എന്നുള്ളത് മാറ്റി ഒരു 5 മില്ലി മുസ്താരിഷ്ടത്തിനകത്ത് ഒരു 5 മില്ലി കുടജാരിഷ്ടം കൂടെ ചേർത്ത് കൊടുത്താൽ മിക്കവാറുമുള്ള വയറിളക്കങ്ങളൊക്കെ മാറുന്നതാണ്. ഇനി മുസ്താരിഷ്ടത്തിന്റെ നിർമ്മാണ വിധി എങ്ങനെയാണെന്ന് നോക്കാം. മുസ്ത എന്നാൽ മുത്തങ്ങ എന്നാണ് അർത്ഥം. മുസ്താരിഷ്ടത്തിന്റെ പ്രധാന ചേരുവക മുത്തങ്ങയാണ്. മുത്തങ്ങ കഷായം വെച്ച് തണുത്തതിന് ശേഷം യോഗവിധി പ്രകാരമുള്ള ശർക്കരയും ചേർത്ത് ഫെർമെന്റേഷൻ വെസലിലോട്ട് മാറ്റുക. മുസ്താരിഷ്ടത്തിന്റെ പ്രക്ഷേപക ദ്രവ്യമായി വരുന്നത് അയമോദകം, ചുക്ക്, കുരുമുളക്, ഗ്രാമ്പു, ഉലുവ, കൊടുവേലിക്കിഴങ്ങ്, ജീരകം എന്നിവയാണ്. ഇവയെല്ലാം പൊടിച്ചു ചേർത്ത് താതിരിപ്പൂവും ചേർത്ത് 1 മാസം വായു കടക്കാത്ത രീതിയിൽ ഫെർമെന്റേഷൻ വെസലിൽ അടച്ചു വയ്ക്കുക. 1 മാസത്തിന് ശേഷം പിഴിഞ്ഞരിച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഛർദി, അതിസാരം, ഗ്രഹണി, അജീർണം എന്നിവയ്ക്ക് നൽകാവുന്ന ഔഷധമാണ് മുസ്താരിഷ്ടം. കുട്ടികൾക്കുണ്ടാവുന്ന വയറിളക്കം, അജീർണം എന്നിവയ്ക്ക് ചെറിയ തോതിൽ മുസ്താരിഷ്ടം നൽകാവുന്നതാണ്. ഛർദി, ജലദോഷം, പനി മുതലായവയെല്ലാം തന്നെ കിടത്തി ചികിത്സിക്കേണ്ടാത്ത രോഗങ്ങളാണ്. നമുക്ക് ഡോക്ടറെ കണ്ട് നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ അമ്മയ്ക്ക് തന്നെ മാനേജ് ചെയ്യാവുന്ന രീതിയിലുള്ള ഔഷധങ്ങളെ കൊണ്ട് ഇത്തരം രോഗങ്ങൾക്ക് ചികിത്സിക്കാം. എന്നാൽ ചിലതരം ജന്മവൈകല്യങ്ങൾ ആയുർവേദ വൈദ്യന്മാരെന്നല്ല, പീഡിയാട്രീഷ്യൻസ് തന്നെ ഇത്തരം ഇൻഫെക്ഷൻ കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മൾ ചികിത്സിക്കേണ്ടി വരുന്ന രോഗങ്ങളാണ് കുട്ടികൾക്ക് മാത്രമായി കാണുന്ന ജന്മവൈകല്യ രോഗങ്ങൾ. അതിൽ തന്നെ സെറിബ്രൽ പാൾസി അഥവാ മസ്തുളുങ്ക ശോഷം, മസ്തിഷ്കത്തിന് വളർച്ച മുരടിച്ച് പല കാരണങ്ങൾ കൊണ്ട്, ജനന സമയത്തുണ്ടാകുന്ന കുട്ടിക്കുണ്ടാകുന്ന ട്രോമ കൊണ്ടോ എന്തെങ്കിലും ഇഞ്ചുറി കൊണ്ടോ അല്ലെങ്കിൽ കരയാൻ താമസിക്കുന്നത് മൂലം മസ്തിഷ്കത്തിലെ കോശങ്ങൾക്ക് ഓക്സിജൻ ലഭിക്കാതെ വരുന്നത് കാരണം ആ കോശങ്ങൾ മരവിച്ചു പോകുന്നത് കൊണ്ട് തുടങ്ങി പല കാരണങ്ങളെ കൊണ്ടുണ്ടാകുന്ന മസ്തുളുങ്ക അഥവാ മസ്തിഷ്ക ശോഷം. സെറിബ്രൽ പാൾസി കേസുകൾ നമ്മൾ നിത്യജീവിതത്തിൽ പലയിടത്തും കാണാറുണ്ട്. ഇതിൻ്റെ ഒരു സങ്കടകരമായ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും കുട്ടിയെ ഒരു സാധാരണ ആ പ്രായത്തിലുള്ള കുട്ടിയുടെ ആരോഗ്യാവസ്ഥയിലേക്ക് കൊണ്ടുവരാമെന്ന് പലർക്കും പല വൈദ്യന്മാരാണെങ്കിൽ തന്നെ അങ്ങനെ ഉറപ്പ് കൊടുത്ത് ചികിത്സിക്കുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. പക്ഷേ അത്തരം കാര്യങ്ങളിൽ ദയവായിട്ട് വിശ്വസിക്കരുത്. നിങ്ങളുടെ കുഞ്ഞിന് മസ്തുളുങ്ക ശോഷമുണ്ടെങ്കിൽ ഒരു സാധാരണ കുട്ടിയായിട്ട് എല്ലാ കാര്യങ്ങളും നോർമൽ കുട്ടിയെപ്പോലെ ചെയ്യുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാവാൻ സാധ്യതയില്ല. എങ്കിലും കുട്ടിക്ക് സ്വയം കുട്ടിയുടെ കാര്യങ്ങൾ ചെയ്യുന്ന രീതിയിലേക്കുള്ള ഒരു മോട്ടിലിറ്റി ഉണ്ടാക്കി കൊടുക്കുകയും ചലനശേഷി, അത്യാവശ്യ കാര്യങ്ങൾ ചെയ്യാനുള്ള ചലനശേഷി ഉണ്ടാക്കുകയും കഴിവതും കാര്യങ്ങൾ സ്വയമായി തന്നെ ചെയ്യാൻ കുട്ടിയെ പര്യാപ്തരാക്കുകയും ആണ് മസ്തുളുങ്ക ശോഷത്തിലെ ചികിത്സയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഇതിനു വേണ്ടിയിട്ട് ഏറ്റവും നല്ല ചികിത്സകൾ ആയുർവേദത്തിൽ ഉണ്ട്. അല്ലെങ്കിൽ തന്നെ മസ്തിഷ്ക സംബന്ധമായിട്ടുള്ള, തലച്ചോറ് സംബന്ധമായിട്ടുള്ള രോഗങ്ങളുടെ എല്ലാത്തരം ഗവേഷണങ്ങളും റിസർച്ചുകളും ഇപ്പോൾ എത്തി നിൽക്കുന്നത് പലതരം ഹെർബൽ മെഡിസിൻസ്, ആയുർവേദ മരുന്നുകൾ തന്നെ
ഒരുപാടെണ്ണം ഇതിനു വേണ്ടിയിട്ട് മേധ്യരസായനങ്ങളെന്ന് നമ്മൾ പൊതുവേ പറയും അതിനെ, അതായത് മസ്തിഷ്ക കോശങ്ങളെ ഉത്തേജിപ്പിക്കുവാനുള്ള, ഉജ്ജീവിപ്പിക്കുവാനുള്ള പലതരം മരുന്നുകൾ, ആയുർവേദ മരുന്നുകൾ തന്നെ ലഭ്യമാണ്. ഇതിൻ്റെ പ്രയോജനം പൂർണ്ണമായി ലഭിക്കണമെങ്കിൽ തീരെ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളെ ഇത്തരം ചികിത്സയ്ക്ക് വിധേയരാക്കണം. ഇനി മസ്തുളുങ്ക ശോഷത്തിൻ്റെ ചികിത്സയിലേക്ക് കടക്കുമ്പോൾ നെയ്യുകൾ, പലതരത്തിലുള്ള നെയ്യുകളാണ് മസ്തിഷ്ക സംബന്ധമായ ഏത് രോഗങ്ങൾക്കും ഏറ്റവും പ്രയോജനമായിട്ട് കണ്ടുവന്നിട്ടുള്ളത്. മസ്തുളുങ്ക ക്ഷയത്തിന് നമ്മൾ അമൃതയുടെ ആയുർവേദ കോളേജിൽ വൈദ്യന്മാരുടെ മേൽനോട്ടത്തിൽ വൈദ്യവിദ്യാർത്ഥികൾ തന്നെ ഒരു പ്രത്യേകതരം നെയ്യ് തയ്യാർ ചെയ്യുന്നുണ്ട്. ബാലസംവർദ്ധന ഘൃതം എന്നാണ് അതിൻ്റെ പേര്. അത് വെളിയിൽ മാർക്കറ്റിൽ കിട്ടുന്നൊരു സാധനമല്ല. അത് നമ്മൾ പ്രത്യേകമായിട്ട് തയ്യാർ ചെയ്ത് കശ്യപ മുനി പറഞ്ഞിരിക്കുന്ന ഒരു പ്രത്യേക യോഗമാണത്. കുട്ടിയുടെ വളർച്ചയ്ക്കും വികാസത്തിനും വേണ്ടിയുള്ളൊരു നെയ്യാണ്. അത് വളരെ ഫലപ്രദമായിട്ട് നമ്മളത് ഉപയോഗിച്ച് വരുന്നുണ്ട് ഇവിടെ. അതുപോലെ തന്നെ മറ്റ് നളദാതിഘൃതം, കോട്ടയ്ക്കൽ അരിവെതിശാലയ്ക്കൊക്കെ ഉള്ള ഒരെണ്ണമാണ്. നളദാതിഘൃതം വളരെ പ്രയോജനം ചെയ്യുന്നൊരു സാധനമാണ്. അതുപോലെ തന്നെ കല്യാണകഘൃതം, മഹാകല്യാണകഘൃതം തുടങ്ങി കുറേയേറെ നെയ്യുകൾ ഈ മസ്തുളുങ്കത്തിൻ്റെ ക്ഷയാവസ്ഥയിൽ, ശോഷാവസ്ഥയിൽ കൊടുക്കാവുന്നതായിട്ടുണ്ട്. ബാലസംവർദ്ധന ഘൃതം, അതിൻ്റെ ചേരുവകളാണ് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത്. ആദ്യമായി ഖതിര, കരിങ്ങാലി, കൃഷ്ണപർണി, ഓരില, സ്യന്തന, ചെങ്ങഴുനീർക്കിഴങ്ങ്, ഇന്ദുപ്പ്, സൈന്ധവം, ബല, കുറുന്തോട്ടി, അതിബല, ആനക്കുറുന്തോട്ടി, കേബുക്കം, ചണ്ണക്കിഴങ്ങ്, ക്ഷീരം, ഘൃതം. ഇവയാണ് ബാലസംവർദ്ധന ഘൃതത്തിൻ്റെ ചേരുവകൾ. $250 ഗ്രാം വീതം എല്ലാ ചേരുവകളിൽ നിന്നും എടുക്കുക. 16 ലിറ്റർ വെള്ളത്തിൽ 4/1 വറ്റിച്ച് കഷായം ഉണ്ടാക്കുക. ബാക്കി 50 ഗ്രാം വീതം എല്ലാ ചേരുവകളിൽ നിന്നും എടുത്ത് അരച്ച് കൽക്കമാക്കി വയ്ക്കുക. ഇതിനോടൊപ്പം 4 ലിറ്റർ പാലും 4 ലിറ്റർ ഘൃതവും 300 ഗ്രാം ഇന്ദുപ്പും ചേർത്ത് ഘൃതപാകത്തിൽ കാച്ചുക. കാച്ചുമ്പോൾ മൃദുപാകത്തിൽ അഥവാ ചെളിപാകത്തിൽ ആയിരിക്കുവാൻ ശ്രദ്ധിക്കുക. കാശ്യപ സംഹിതയിൽ ലേഖന അധ്യായത്തിലാണ് ബാലസംവർദ്ധന ഘൃതത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ പറഞ്ഞതനുസരിച്ച് കൃത്യമായ അളവിലും കൃത്യമായ രീതിയിലും ഇത് സേവിച്ചാൽ കേൾവിശക്തി ഇല്ലാത്ത കുട്ടികളും സംസാരശേഷി ഇല്ലാത്ത കുട്ടികൾക്കും നടക്കാൻ കഴിയില്ലാത്ത കുട്ടികൾക്കും മറ്റു കുട്ടികളെ പോലെ നടക്കുവാനും കർമ്മകൗശലരാകുവാനും സാധിക്കുന്നു. പലതരം ചികിത്സാ രീതികൾ, പ്രൊസീജിയർ ബേസ്ഡ് തെറാപ്പീസ് ഒരുപാടെണ്ണം ഉണ്ട്. അത് നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നെല്ലിക്കാത്തളം വയ്ക്കാമെന്ന് പറയും. ബുദ്ധിവികാസം ഉണ്ടാവാത്ത അവസ്ഥയിൽ ഒക്കെ സാധാരണ നമ്മൾ നാട്ടിൻ പ്രയോഗം ഉള്ളതല്ലേ. അതുപോലെ തന്നെ നെല്ലിക്കാത്തളം വയ്ക്കുക എന്നാൽ ശരിക്കും പറഞ്ഞാൽ അതിന് ആയുർവേദക്കാരുടെ ഭാഷയിൽ ശിരോലേപം എന്ന് പറയും. തല പൊതിച്ചിൽ എന്ന് സാമാന്യമായി പറയാവുന്നതാണ്. താമരത്തൊപ്പി വയ്ക്കുക എന്നൊക്കെ പറയും. വളരെ പ്രയോജനം ചെയ്യുന്നൊരു ചികിത്സയാണ് ഈ ശിരോലേപം അഥവാ താമരത്തൊപ്പി വയ്ക്കലെന്ന് പറയുന്നത്. ഇത് ചില പ്രത്യേകതരം, പ്രധാനമായിട്ടുള്ളത് നെല്ലിക്ക തന്നെയാണ്. മുത്തങ്ങയിട്ട് കാച്ചിയ മോര് ചേർത്ത് നെല്ലിക്ക അരച്ചെടുത്ത് അത് തലയിൽ ഒരു പ്രത്യേക സമയം നേരത്തേക്ക് തലയെല്ലാം മുട്ടയടിച്ച് ലീക്ക് ചെയ്യാത്ത വിധത്തിൽ നന്നായി പാക്ക് ചെയ്ത് ഒരു അരമണിക്കൂർ മുതൽ 1.5 മണിക്കൂർ വരെ അത് വെച്ച് ചെയ്യുന്ന ഒരു ചികിത്സയ്ക്കാണ് നമ്മൾ ശിരോലേപം എന്ന് പറയുന്നത്. വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു ചികിത്സയാണ് ഈ ശിരോലേപം. ഇത് പ്രഭ. ഇവൾക്ക് സെറിബ്രൽ പാൾസി എന്ന് അറിയപ്പെടുന്ന അസുഖമാണ്. ഇവളുടെ മസ്തിഷ്കത്തിന് തീരെ ചെറിയ പ്രായത്തിൽ ജനിച്ച് അധികം കഴിയുന്നതിന് മുമ്പ് തന്നെ വളർച്ച മുരടിച്ച അവസ്ഥയിലാണ്. ഞങ്ങളുടെ അടുത്ത് വരുമ്പോൾ ഇവൾക്ക് നടക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുതന്നെ ക്വാഡ്രിപ്ലീജിക് എന്ന അവസ്ഥയിൽ 2 കൈകൾക്കും 2 കാലുകൾക്കും പ്രവർത്തിക്കാനൊക്കാത്ത അവസ്ഥയും ബുദ്ധിക്ക് വളർച്ച അല്ലെങ്കിൽ പ്രായത്തിനൊത്ത വളർച്ചയില്ലാത്ത ഒരവസ്ഥയിലുമാണ് ഇവളെ നമ്മളുടെ അടുത്ത് കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഏകദേശം 24-25 ദിവസത്തെ ചികിത്സ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. പ്രധാനമായിട്ടും ഇതിന് മസ്തുളുങ്ക ശോഷജന്യമായ വാദവ്യാധിക്കുള്ള ചികിത്സ, രോഗത്തിനുള്ള ചികിത്സ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളിവിടെ ഇവൾക്ക് ചെയ്യാൻ പോകുന്നത് തലപൊതിച്ചിൽ അഥവാ ശിരോലേപം എന്ന ചികിത്സയാണ്.
ശിരോലേപം ചെയ്യുന്നതിനായിട്ട് നെല്ലിക്ക പൊടി, രാസ്നാദി പൊടി എന്നിവ, മുത്തങ്ങയിട്ട് കാച്ചിയ പാല്, ഉറയൊഴിച്ച മോരിൽ ഒരു ലേപം പോലെ ഉണ്ടാക്കി ആ ലേപം തലയിൽ പൊതിഞ്ഞു വെച്ച് അത് ഒരു 1.5 മണിക്കൂർ നേരത്തേക്ക് കെട്ടിവെക്കുന്ന ഒരു പ്രത്യേകതരം ചികിത്സയാണിത്. ഇതുകൊണ്ട് കുട്ടിയുടെ തലച്ചോറിൻ്റെ കോശങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള ഉത്തേജനവും അതിനനുസരിച്ചുള്ള കൈകാൽ സ്വാധീനത്തിന്, ബുദ്ധി വളർച്ചയ്ക്കൊക്കെ വളരെ ചെറിയ തോതിൽ, നമ്മൾ ദീർഘകാലം ചെയ്യുമ്പോൾ വളരെ ചെറിയ തോതിലാണെങ്കിലും പ്രയോജനം കണ്ടുവരുന്ന ഒരു ചികിത്സയാണ് തലപൊതിച്ചിൽ എന്ന് പറയുന്നത്. നമുക്ക് തലപൊതിച്ചിലേക്ക് കടക്കാം. നമ്മൾ ഈ ആമലകി ലേപം പതുക്കെ കുട്ടിയുടെ തലയിലേക്ക് പറ്റിച്ചു വയ്ക്കുകയാണ്. തലയുടെ 4 വശത്തും ഒരേപോലെ ഒരേ കനത്തിൽ നെറുകയിൽ ഒരല്പം സ്ഥലം മാത്രം വിട്ടിട്ട് എല്ലായിടത്തും ഈ ലേപം അധികം കട്ടിയില്ലാതെയും അധികം കട്ടി കുറയ്ക്കാതെയും നമ്മൾ ലേപമായിട്ട് പുരട്ടുകയാണ്. നമ്മൾ തലയുടെ നടുക്ക് നെറുകയിൽ ഒരു ഭാഗം വിട്ട് ബാക്കി എല്ലാ സ്ഥലത്തും നമ്മൾ ഈ ലേപം പുരട്ടുകയാണ്. ആ നെറുകയിലൊരു അല്പം സ്ഥലം വിട്ടിരിക്കുന്നത് അവിടെ തൈലം തളം വയ്ക്കാൻ വേണ്ടിയാണ്. ക്ഷീരബല തൈലമാണ് നമ്മളിതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ക്ഷീരബല തൈലം കൊണ്ട് തളം വയ്ക്കുകയാണ്. നമ്മൾ ലേപം ഇട്ടതിൽ ഒരു ചെറിയ ഭാഗം ഗ്യാപ്പ് ഇട്ടിരുന്ന സ്ഥലത്ത് മൂർധതൈലം എന്നാണ് നമ്മൾ പറയുക. മൂർധതൈലം വെച്ചിരിക്കുന്നു. വാതരോഗങ്ങൾക്ക്, പ്രത്യേകിച്ച് ഞരമ്പ് സംബന്ധമായ രോഗങ്ങൾക്ക് വളരെ ഗുണം ചെയ്യുന്ന ഒരു തൈലമാണ് ക്ഷീരബല. കുറുന്തോട്ടിയാണ് അതിലെ പ്രധാന ഇൻഗ്രീഡിയൻറ്റ്. നമ്മൾ തളം വെച്ച് കഴിഞ്ഞു. ഇനി തൊപ്പി വയ്ക്കലാണ്. ഒരു വാട്ടിയ വാഴയിലയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. വാട്ടിയ വാഴയിലയ്ക്ക് പകരം വേണമെങ്കിൽ നമുക്ക് താമരയിലയും ഉപയോഗിക്കാവുന്നതാണ്. ആ തളം വെച്ച സ്ഥലം മാത്രം ഒഴിവാക്കി നമ്മളൊരു ഒരു ദ്വാരം ഇലയിൽ ഉണ്ടാക്കിയതിന് ശേഷം ഇനി അത് തലയിലേക്ക് വെച്ച് നമ്മൾ തല പൊതിയുന്നു. തല പൊതിച്ചിൽ എന്ന് പറയുന്നത് തല ഇങ്ങനെ പൊതിഞ്ഞ് വെക്കുന്നത് കൊണ്ടാണ്. തൊപ്പി പോലെ വെക്കുന്നത് കാരണം ഇതിനെ താമരയില കൊണ്ട് ചെയ്യുമ്പോൾ താമര തൊപ്പി എന്നും ഈ ചികിത്സയ്ക്ക് മറ്റൊരു പേരുണ്ട്. നമ്മൾ പതുക്കെ തല പൊതിയുകയാണിനി. തൊപ്പി പോലെ ലേപത്തിന് മുകളിൽ ഇല പതുക്കെ വെച്ച് ഇനി ഇലയുടെ അറ്റങ്ങൾ തൊപ്പി പോലെ ചേർത്ത് വെച്ച് ലീക്ക് ചെയ്യാത്ത രീതിയിൽ, ഈർപ്പം ഉള്ളിലേക്ക് പിടിക്കുന്ന രീതിയിൽ, അതിൻ്റെ മരുന്നിൻ്റെ അംശം ഉള്ളിലേക്ക് പിടിക്കുന്ന രീതിയിൽ അത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് ഇനി ഒരു തുണി കൊണ്ട് കെട്ടി ഭദ്രമാക്കി വയ്ക്കും. വളരെയധികം തലയ്ക്ക് തണുപ്പ് കൊടുക്കുന്നതും അതേപോലെ തന്നെ ഇതിൻ്റെ മരുന്നുകൾ രാസ്നാദി ചൂർണം, ആമലകി ചൂർണം, ഇത് ബ്രെയിൻ സെൽസിനും പൊതുവെ ഞരമ്പുകൾക്കും വളരെയധികം ഉത്തേജകമായിട്ടുള്ള ഒരു ചികിത്സയാണിത്. നമ്മുടെ തലപൊതിച്ചിൽ ഏകദേശം പൂർണ്ണമായിരിക്കുകയാണിപ്പോൾ. ഇതുകൊണ്ട് പ്രധാനമായിട്ടും ബുദ്ധിമാന്ദ്യം സംഭവിച്ചിരിക്കുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ മാനസികമായി അസ്വസ്ഥതയുള്ള കുട്ടികൾക്ക് ബ്രെയിൻ സെൽസിനെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, എസ്പെഷ്യലി വളരെയധികം ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള കുട്ടികൾക്ക്, അതേപോലെ ഇതുപോലെ മസ്തിഷ്ക വളർച്ചയില്ലാത്ത കുട്ടികൾക്ക് എല്ലാം മസ്തിഷ്ക കോശങ്ങളെ ഒന്ന് ഉത്തേജിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് തലപൊതിച്ചിൽ നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ പൊതിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. താമര തൊപ്പി സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി ഒരു മണിക്കൂറോളം കഴിയുമ്പോൾ ഇത് മാറ്റി അതിനുശേഷം തല നന്നായി തുടച്ച് എണ്ണ വെച്ച് നെല്ലിക്ക കഷായത്തിൽ തല കഴുകി കഴിയുമ്പോൾ ചികിത്സ പൂർണ്ണമാകുന്നു. ഇതാണ്
തലപൊതിച്ചിലിൻ്റെ സമ്പൂർണ്ണമായ ഒരു പ്രക്രിയ അല്ലെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇന്ന് ആധുനിക വൈദ്യശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന ഏകദേശം എല്ലാ രോഗങ്ങളും ആയുർവേദ വൈദ്യത്തിലും ആയുർവേദ പീഡിയാട്രിക്സിലും, ഇതിനെ ഞങ്ങൾ ബാലരോഗ വിഭാഗത്തെ കൗമാരഭൃത്യം എന്ന പേരിലാണ് അറിയുന്നത്. ഈ കൗമാരഭൃത്യ ശാഖയിൽ നമുക്ക് വളരെ വിദഗ്ധമായി കൈകാര്യം ചെയ്യാൻ പറ്റും. പല മോഡേൺ മരുന്നുകൾ, അലോപ്പതി മരുന്നുകൾ പ്രവർത്തിക്കുന്നത് പോലെ തന്നെ വളരെ വേഗത്തിലും വളരെ പ്രയോജനപ്രദമായും ചികിത്സിക്കാൻ പറ്റുന്ന രോഗങ്ങൾ തന്നെയാണ്. അത് പനി ജലദോഷം മുതലായി OP ചികിത്സയായിക്കോട്ടെ, കിടത്തി ചികിത്സിക്കേണ്ട വളരെ ക്രോണിക് ആയിട്ടുള്ള രോഗങ്ങളായിക്കോട്ടെ, ഇവയ്ക്കെല്ലാം തന്നെ ആധുനിക വൈദ്യശാസ്ത്രത്തോട് കിടപിടിക്കുന്ന ചികിത്സാ രീതികൾ നമ്മുടെ ഇടയിലുണ്ട്. ഇതിലേക്ക് കൂടുതൽ ആൾക്കാർ വന്നുകൊണ്ടേ ഇരിക്കുകയാണിപ്പോൾ. ഇനിയും കൂടുതൽ പേരിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു ഇന്ത്യൻ സമൂഹത്തിന് തന്നെ ഈ ബാലരോഗ ചികിത്സ ആയുർവേദത്തിലൂടെ പ്രയോജനപ്രദമാക്കാൻ നമുക്ക് കഴിയേണ്ടതാണ്. കൂടുതൽ രോഗങ്ങളെപ്പറ്റിയും അവയുടെ ചികിത്സാ പദ്ധതികളെപ്പറ്റിയുമുള്ള വിവരങ്ങൾ നമുക്ക് തുടർന്നുള്ള എപ്പിസോഡുകളിൽ നമുക്ക് ഇവിടെ കാണാവുന്നതാണ്. നന്ദി, നമസ്കാരം. सर्वेषां स्वस्तिर्भवतु, सर्वेषां स्वस्तिर्भवतु, सर्वेषां शान्तिर्भवतु, सर्वेषां शान्तिर्भवतु, सर्वेषां पूर्णं भवतु, सर्वेषां पूर्णं भवतु, सर्वेषां मङ्गलं भवतु, सर्वे भवन्तु सुखिनः.